കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. കൊല്ലത്തിന്റെ ചരിത്രവും റെക്കോർഡുകളും. മാർക്കോ പോള, ഇബ്നു ബത്തൂത്ത, ബർബോസ തുടങ്ങിയ പല ചരിത്ര സഞ്ചാരികളുടെയും യാത്രാ വിവരണങ്ങളിൽ പരാമർശിക്കുന്ന പട്ടണമാണ് കൊല്ലം. 9-ാം നൂറ്റാണ്ടിൽ മഹോദയപുരം കുലശേഖര ചക്രവർത്തിമാരുടെ കീഴിലുള്ള വേണാടിന്റെ തലസ്ഥാനമായിരുന്നു ഇവിടം. ഇക്കാലത്ത് ചൈനയുമായും അറബി രാജ്യങ്ങളുമായുള്ള വ്യാപാരം തഴച്ചു വളർന്നു. തിരുവിതാംകൂറിലെ റവന്യൂ ഡിവിഷനുകളിൽ ഒന്നായിരുന്ന കൊല്ലം കേരളപ്പിറവി സമയത്തുണ്ടായിരുന്ന 5 ജില്ലകളിൽ ഒന്നാണ്. കൊല്ലത്തിന്റെ ഭാഗമായിരുന്ന ചെങ്കോട്ട 1956-ലെ സംസ്ഥാന പുനഃസംഘടനയെ തുടർന്ന് തമിഴ്നാടിന് വിട്ടുകൊടുത്തു. 1957-ൽ ആലപ്പുഴ ജില്ലയും പിന്നീട് 1982-ൽ പത്തനംതിട്ട ജില്ലയും രൂപീകരിച്ചപ്പോൾ ഏതാനും താലൂക്കുകളും വില്ലേജുകളും കൊല്ലത്തിന് നഷ്ടമായി. മലയാളം കലണ്ടറായ കൊല്ലം വർഷത്തിന് കൊല്ലവുമായി വലിയ ബന്ധമുണ്ട്. വേണാട് രാജാവായിരുന്ന ഉദയമാർത്താണ്ഡവർമ്മ AD 825-ൽ കൊല്ലത്ത് താമസം തുടങ്ങിയത് മുതലാണ് കൊല്ലവർഷം ആരംഭിച്ചതെന്നാണ് ചരിത്രകാരനായ ശങ്കുണ്ണി മേനന്റെ ഒരു അഭിപ്രായം. ഡോക്ടർ ഹെർമൻ കുണ്ടട്ടിന്റെ വാദമനുസരിച്ച് കൊല്ലത്ത് ഒരു ശിവക്ഷേത്രം പണികഴിപ്പിച്ചതിന്റെ പേരിലാണ് കൊല്ലവർഷത്തിന് തുടക്കമായത്. ഇനി ചില കൊല്ലം റെക്കോർഡുകൾ നോക്കാം. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ തൂക്കുപാലം കൊല്ലം ജില്ലയിലാണ്, പുനലൂർ തൂക്കുപാലം. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ കടലാസ് നിർമ്മാണശാലയും കൊല്ലത്തായിരുന്നു, അതും പുനലൂർ തന്നെയാണ്, പുനലൂർ പേപ്പർ മിൽ. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം കേന്ദ്രമാണ് കൊല്ലം ജില്ലയിലെ തെന്മല. അതുപോലെ ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്കും തെന്മലയിലാണ് ഉള്ളത്. ഏഷ്യയിലെ ആദ്യത്തെ യന്ത്രവൽകൃത കയർ ഫാക്ടറി ആരംഭിച്ചത് എവിടെയാണെന്ന് അറിയാമോ? കൊല്ലം ജില്ലയിലെ പരവൂരിൽ. കേരളത്തിൽ ഏറ്റവും അധികം കളിമൺ നിക്ഷേപമുള്ള സ്ഥലമാണ് കൊല്ലം ജില്ലയിൽ തന്നെയുള്ള കുണ്ടറ. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇതുവരെ കേട്ടത് കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു.